ഹായ് ഫിഷി ഡോക്ടേഴ്സ്. മെയ് 3 നടന്ന നീറ്റ് എക്സാമിൽ നമ്മുടെ മോർഫോളജി ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ വന്നു, സോളനേസിയ ഫാമിലി. അപ്പോൾ നമ്മളത് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വരുന്ന റീനീറ്റ് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ. സോ ലെറ്റ്സ് ക്വിക്ക്ലി റിവൈസ് സോളനേസിയ ഫാമിലി. മക്കൾ മുമ്പ് ക്ലാസ് 12ൽ പഠിച്ചിട്ടുള്ള ഫാമിലിയാണിത്, സോ നത്തിങ് ടു വറി. അപ്പോൾ നമുക്ക് ക്വിക്ക്ലി ആ ഫീച്ചേഴ്സ് ഒന്നും കൂടെ ഒന്ന് ഓർത്ത് നോക്കാം. സോളനേസിയ ഫാമിലി ഒരു ഡൈക്കോട്ട് ഫാമിലി ആണ്. അപ്പോൾ അതിനെ കോമൺലി നമ്മൾ പൊട്ടേറ്റോ ഫാമിലി എന്നാണ് വിളിക്കുക. സോ പൊട്ടേറ്റോ ഇതിലെ ഒരു മെമ്പർ ആണ്. സോ ദാറ്റ്സ് വൈ സോളനേസിയ, സൊളാനം ട്യൂബറോസും ഇതിലെ മെമ്പർ ആണ്. ആൻഡ് നൗ യു ലുക്ക് അറ്റ് ദ ഫാമിലി. അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇവരെ കൂടുതലും ട്രോപ്പിക്സിലും സബ് ട്രോപ്പിക്സിലും ഒക്കെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ വളർത്താൻ പറ്റുന്ന, നമ്മുടെ എൻവറോൺമെന്റിലൊക്കെ വളർത്താൻ പറ്റുന്ന സാധാരണ പച്ചക്കറികളും ചെടികളും ഒക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കില്ല. ഹെർബ്സ്, ഷ്രബ്സ്, റെയർലി ട്രീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് വലിയ വലിപ്പമുള്ള മരങ്ങളൊന്നും ഇവരിൽ ഇല്ല. പിന്നെ നമ്മൾ ഈ ഫാമിലിയിലേക്ക് വരുമ്പോൾ ഇവരുടെ സ്റ്റെമ്മിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഹെർബേഷ്യസ് ആയിരിക്കും, റെയർലി വുഡി ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും, ഗ്രീൻ സ്റ്റെം തന്നെയായിരിക്കും, സിലിണ്ട്രിക്കൽ സ്റ്റെം ഉണ്ടാവാറുണ്ട്, ഇറക്റ്റ് ആണ്, ബ്രാഞ്ച് സ്റ്റെം ആണ്. ആൻഡ് ഓൾസോ ചിലരിൽ ഹെയർസ് കാണാറുണ്ട്, ഹെയറി ഓർ ഗ്ലാബറസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രൈക്കോംസ് ആണല്ലോ സ്റ്റെമ്മിലെ ഹെയർസ്. ചിലർക്ക് ട്രൈക്കോംസ് ഉണ്ടാവും, സ്റ്റെം ഹെയർസ് ഉണ്ടാകും, നമ്മുടെ ബ്രിഞ്ചോളിലൊക്കെ കാണാതെ. ചിലർക്ക് ഒരു വാക്സി ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടാകും, അതിന്റെ മുകളിൽ ഒരു ഷൈനി ലെയർ ഉണ്ടാകും, അതിനെയാണ് ഗ്ലാബറസ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു ഫീച്ചറാണ്. പിന്നെ നമ്മൾ ലീവ്സിലേക്ക് വരുമ്പോഴോ, ഇപ്പോൾ ബ്രാഞ്ച് സ്റ്റെം ആവുന്ന മിസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ഡൈക്കോട്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ലീഫ് ആണ് ഉണ്ടാവുക, റെട്ടിക്കുലേറ്റ് വിനേഷൻ ആണ്, ആൻഡ് റെയർലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് കാണാറുണ്ട്. ഓൾട്ടർനേറ്റ് ആണ് ഫില്ലോടാക്സി കേട്ടോ, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ലീവ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്റ്റിപ്പുലേറ്റ് ആണ്, ഇവർക്ക് സ്റ്റിപ്യൂൾ ഇല്ല. അതായത് റെഡ്യൂസ്, സ്റ്റിപ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ലീഫിന്റെ ബേസിലുള്ള ചെറിയ റെഡ്യൂസ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്റ്റിപ്യൂൾ. അപ്പോൾ ഇവർക്ക് സ്റ്റിപ്യൂൾ ഇല്ല. നൗ കമ്മിങ് ടു ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഇൻഫ്ലോറസെൻസ് എന്ന് പറയുന്നത് സോളിറ്ററി ആവാം, ഒറ്റ ഫ്ലവർ ആവാം, അല്ലെങ്കിൽ ആക്സിലറി ആവാം, സൈഡിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ സൈമോസ് ഇൻഫ്ലോറസെൻസ് ആകാം, ലൈക്ക് ഇൻ സൊളാനത്തിൽ സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലവറിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ ആണ്, ആക്നോമോർഫിക് ഫ്ലവർ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഫ്ലോറൽ ഫോർമുല നോക്കാം. ഈസിയാണ് ഫ്ലോറൽ ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ആക്നോമോർഫിക് ഫ്ലവർ ആണ്, സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിന് കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടും. ബൈസെക്ഷൽ ആണ്, ആൻഡ്രൂഷ്യം ഗൈനൂഷ്യം ഉണ്ട്. നൗ കമ്മിങ് ടു കാലിക്സ്, 5 സെപ്പൽസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് പെന്റാമെറസ് ഫ്ലവർ ആണ്, എല്ലാം 5ഉം അതിന്റെ മൾട്ടിപ്പിൾസും ആണ്. സോ 5 സെപ്പൽസ് ആണ്, ഗാമോ സെപ്പാലസ് ആണ്. അതിന് ചുറ്റും നമുക്ക് അപ്പോൾ ബ്രാക്കറ്റ് കാണാം. കമ്മിങ് ടു പെറ്റൽസ്, 5 പെറ്റൽസ്, ഗാമോ പെറ്റാലസ്, അവരും ഫ്യൂസ് കണ്ടീഷനിലാണ്. നൗ കമ്മിങ് ടു ആൻഡ് ഓൾസോ ഫ്ലവറിന്റെ ഈസ്റ്റിവേഷൻ വാൾവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കേട്ടോ. സെപ്പൽസിന്റെയും പെറ്റൽസിന്റെയും ഈസ്റ്റിവേഷൻ വാൾവേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. നൗ കമ്മിങ് ടു ആൻഡ്രൂഷ്യം. 5 സ്റ്റേമൻസ് ആണ് ഉള്ളത്. പോളി ആൻഡ്രസ് കണ്ടീഷൻ ആണ്, അവർ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് സ്റ്റേമൻസിന്റെ ഫിലമെന്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പെറ്റൽസുമായിട്ടാണ്. സോ എപ്പി പെറ്റാലസ് കണ്ടീഷൻ. ദാറ്റ്സ് വൈ വി സീ ദ ബ്രിഡ്ജ് ഇൻ ദ ഫ്ലോറൽ ഫോർമുല. Now we will move to the gynoecium. Gynoecium bicarpellary ആണ്, 2 കാർപ്പൽസ് ആണുള്ളത്. സിൻ കാർപ്പസ് കണ്ടീഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി നമുക്ക് ഫ്ലോറൽ ഫോർമുല മനസ്സിലായല്ലോ. ആൻഡ് ഓൾസോ ലുക്കിംഗ് അറ്റ് ദ ഓവറി പൊസിഷൻ, ഓവറി ഇസ് സുപ്പീരിയർ, സോ ദ ഫ്ലവർ ഇസ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്ലോറൽ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ വാൾവേറ്റ് ഈസ്റ്റിവേഷൻ കാണാം, പെന്റാമെറസ് കണ്ടീഷൻ കാണാം, ഗാമോസെപ്പാലസ് ഗാമോ പെറ്റാലസ് കണ്ടീഷൻ കാണാം, ആൻഡ് ഓൾസോ പോളി ആൻഡ്രസ് 5 സ്റ്റേമൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാം. എപ്പി പെറ്റാലസ് കണ്ടീഷൻ നമുക്ക് നമ്മളുടെ ഫ്ലോറൽ ഡയഗ്രത്തിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ആക്നോമോർഫിക് കണ്ടീഷൻ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ബൈകാർപ്പിലറി, സിൻ കാർപ്പസ് ആൻഡ് ആക്സൈൽ പ്ലാസന്റേഷൻ. പ്ലാസന്റ ആക്സിലറി ആണ്, അതിലേക്കാണ് എന്തുള്ളത്, ഓബ്യൂൾസ് അറ്റാച്ച് ഇരിക്കുന്നത്. ആക്സൈൽ പ്ലാസന്റേഷനും ഈ ഫാമിലിയുടെ പ്രത്യേകതയാണ്. അപ്പൊ അതെല്ലാം നമ്മൾ റിവൈസ് ചെയ്തു, ജനറൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനിയുള്ളതാണ് ഈ ഫാമിലിയിലെ ഓക്കെ വൺ മോർ തിങ്. നമ്മളെല്ലാ ഫീച്ചേഴ്സും നോക്കി. സീഡ്സ്, ഈ ഫാമിലിയിലെ സീഡ്സ് മോസ്റ്റ്ലി എൻഡോസ്പെർമിക് സീഡ്സ് ആണ്. ആൻഡ് ഓൾസോ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആണ്. ഒരുപാട് സീഡ്സ് ഉണ്ടാകും. സോ ബെറി ഓർ ക്യാപ്സ്യൂൾ ആണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ടിന്റെ സീഡിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇതിലെ എക്സാമ്പിൾസിലേക്കാണ്. സോ നൗ വെൻ വി ലുക്ക് അറ്റ് ദി എക്സാമ്പിൾസ്, ഇതിലിപ്പം ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനില്ല. നമ്മൾ ജനറൽ ആയിട്ട് കഴിക്കുന്ന ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെമ്പേഴ്സ് ആണ് ഇതിലുള്ളത്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള 2 മെമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, അശ്വഗന്ധയും ബെല്ലഡോണയും. പിന്നെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്രിഞ്ചോൾ, ടൊമാറ്റോ, പൊട്ടാറ്റോ, സാധാരണ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില്ലി, ഫ്യൂമിഗേറ്ററി ഇഫക്റ്റ് ഉള്ള ടുബാക്കോ. പിന്നെ ഓർണമെന്റൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പെറ്റൂണിയ, ഡറ്റൂര, ഇവരൊക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം എക്സാമ്പിൾസ് നമുക്ക് ഓർത്തിരിക്കാൻ എക്സാമ്പിൾ സ്റ്റോറി വേണം. അപ്പൊ മിസ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സ്റ്റോറി പറഞ്ഞുതരാം. നമ്മുടെ 2 ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരാണ്. അവർ മെഡിസിൻ മേടിച്ചിട്ടാണ് വരുന്നത്. എന്ത് മേടിച്ചിട്ടാണ് വരുന്നത്? മെഡിസിൻ മേടിച്ചിട്ട്. അപ്പൊ ഫ്രണ്ടിന്റെ പേരാണ് അശ്വതിയും ബെല്ലയും. സോ അശ്വഗന്ധ, ബെല്ലഡോണ,
മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്? ബ്രിഞ്ചോൾ ആൻഡ് ടൊമാറ്റോ കറി, അതായത് വഴുതനങ്ങ തക്കാളി കറിയും അതിന്റെ കൂടെ ചില്ലി പൊട്ടറ്റോ ഫ്രൈ ആണ് കൊടുക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങും ചില്ലി ഫ്രൈ ആണ് കൊടുക്കുന്നത്, സ്പൈസി ആയിട്ടുള്ള ചില്ലി പൊട്ടറ്റോ ഫ്രൈയും. അപ്പോൾ ബ്രിഞ്ചോൾ, ടൊമാറ്റോ ആൻഡ് ചില്ലി ആൻഡ് പൊട്ടറ്റോ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു, ആൻഡ് ചില്ലി സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വന്നു, നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഗാർഡനിൽ വെച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ നമ്മൾ എന്തൊക്കെയാണ് വളർത്തിയിരിക്കുന്നത്? ഓർണമെന്റൽ പ്ലാന്റ്സ്. ഏതൊക്കെ ഓർണമെന്റൽ പ്ലാന്റ്സ് ആ? ഡെറ്റൂരയും പെറ്റ്യൂണിയം. ഡെറ്റൂരയും പെറ്റ്യൂണിയം ഉള്ള നമ്മുടെ ഗാർഡൻ. സോ ഓർണമെന്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെറ്റൂരയും പെറ്റ്യൂണിയം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്മോക്കിന്റെ സ്മെല്ല് വരും കേട്ടോ. സ്മോക്കിങ്ങിന്റെ സ്മെല്ല് വരും. അപ്പൊ സിഗരറ്റിന്റെ മണം വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എവിടുന്നോ ഗേറ്റിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ പോവുക, ഫ്യൂംസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്യൂംസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആരാ? അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ, നമ്മുടെ നെയ്ബർ അങ്കിൾ അവിടെ നിന്നിട്ട് സ്മോക്ക് ചെയ്യാണ്. എന്താ സ്മോക്ക് ചെയ്യണേ? സിഗരറ്റ്, ടുബാക്കോ ആണ് സ്മോക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫ്യൂമിഗേറ്ററി ഇഫക്റ്റ് ഉള്ളത് ടുബാക്കോ. അപ്പൊ നമ്മൾ അങ്കിളിനോട് പറയും, അങ്കിൾ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളത്? അശ്വഗന്ധയും ബെല്ലഡോണിയും. ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രിഞ്ചോൾ, പൊട്ടേറ്റോ, ടൊമാറ്റോ. സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചില്ലി. ആൻഡ് ഓർണമെന്റൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെറ്റൂര, പെറ്റ്യൂണിയ. ആൻഡ് ഫ്യൂമിഗേറ്ററി ഇഫക്റ്റ് ഉള്ളത് ടുബാക്കോ. ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മൾ സോൾനേസിയുടെ എല്ലാ ഫീച്ചേഴ്സും റിവൈസ് ചെയ്തു. ഇനി ഒരു ടെൻഷനും വേണ്ട. കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഹോളിലേക്ക് നമുക്ക് പോവാം. ഗുഡ് ലക്ക്.